ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പുത്തനുടുപ്പുകൾ. ഓണം വരവായി. വിവിധ തരം വസ്ത്രങ്ങളുടെ വൻകിട ശേഖരവുമായി വൻ കമ്പനികൾ കടകമ്പോളങ്ങൾ കീഴടക്കുമ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള സപ്തഭാഷാ സംഗമ ഭൂമിയിലെ സ്വന്തം സാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്ത് പേര്? അമ്മണി. അമ്മണി എന്നാ. എത്ര വർഷമായി വർക്ക് ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്ന 35 കൊല്ലം. 35 വർഷമായി. ഏതാണ്ട് 20 വർഷം വരെ ഈടു നിൽക്കുന്ന കാസർഗോഡ് സാരിയുടെ പ്രത്യേകത അതിന്റെ നിർമ്മാണ വൈദഗ്ധ്യമാണ്. നെയ്ത്ത് തൊഴിലിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം കിട്ടാതായപ്പോൾ പല തൊഴിലാളികളും നെയ്ത്തുശാലകൾ വിട്ടിറങ്ങി. ജീവസന്ധാരണത്തിന് മറ്റു മാർഗങ്ങൾ പരീക്ഷിച്ചു. അപ്പോഴും മഗ്ഗങ്ങളിലിരുന്ന് ഊടും പാവും ഇട്ട് സ്വന്തം കൈത്തൊഴിലിനെ ജീവിതത്തോട് ചേർത്തു നിർത്തുന്ന കാസർഗോട്ടെ പരമ്പരാഗത കൈത്തറി തൊഴിലാളികളാണ് കാസർഗോഡ് സാരി കണ്ണിയറ്റു പോകാതെ തലമുറയ്ക്ക് കൈമാറുന്നത്. വിദ്യാനഗർ ഉദയഗിരിയിലെ കാസർഗോഡ് വീവേഴ്സ് സഹകരണ സംഘത്തിന്റെ നെയ്ത്തുശാലയിൽ ഓണവിപണി ലക്ഷ്യമിട്ട് സാരി നെയ്ത്ത് പുരോഗമിക്കുന്നു. രാമേന്ദ്രന് ഇത് തന്നെയല്ലെങ്കിൽ ഇനി പറയൽ ഓട്ടോമാറ്റിക് കോട്ടൻസ്. അപ്പോൾ അത് ടെക്നിക്കലായിട്ട് എങ്ങനെയല്ലെങ്കിൽ ഈ ഓടത്തിലുള്ള ഈ കളർ നൂല് ഇവിടത്തേക്ക് പാസ്സാവില്ല. ഈടിക്ക് വരുന്നത് കോട്ടന് ഈടിലാണ് വരുന്നത്. ഈല കൂടിയിട്ട് ഇങ്ങനെ കൂടിയിട്ട് ഈൻ്റെ ഇടയിലെ കൂടി ഈല് വരും. അപ്പോൾ ഈ ഓടത്തിൽ വരുന്ന നൂല് ഈ നൂല് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് ഈ ജോയിൻറ്റ് വരിക. അപ്പോൾ ഇവിടെ കളറ് വേറെ തന്നെ കാണും, ഈ കളറ് വേറെ തന്നെ. ഇതാണ് കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച്. $1350 മുതൽ $2250 രൂപ വരെയാണ് വില. പല നിറങ്ങളിലും ഡിസൈനുകളിലും ലഭിക്കും. തറയിൽ നിന്ന് പശ തേച്ച് പിടിപ്പിക്കുന്ന നിർമ്മാണ രീതിയാണ് കാസർഗോഡ് സാരിക്കെന്ന് സംഘം സെക്രട്ടറി കെ ലോക്നാഥ് പറഞ്ഞു. കാസർഗോഡ് സാരി തനത് കൈത്തറി ഉൽപ്പന്നമാണ്. അത് പൂർണ്ണമായും നമ്മൾ കോട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡ് സാരിക്ക് ഏകദേശം 100 വർഷത്തിലും കൂടുതൽ പാരമ്പര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗ ജനങ്ങളുടെ ഒരു ജീവിതമാർഗമായിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഗുണമേന്മ കൊണ്ടാണ്. കാസർഗോഡ് സാരി ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വർഷം ഈട് നിൽക്കുന്നുണ്ട് എന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ദോഷം വരാത്ത വാറ്റ് ഡൈസും പിന്നെ കോട്ടൺ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന നൂലും ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് സാരിക്ക് ഇന്നിപ്പോൾ വളരെയധികം മാർക്കറ്റ് ഉള്ളതാണ്. പക്ഷെ അതിനൊത്തിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉണ്ടാക്കാനല്ല അതിൻ്റെ തൊഴിലാളികളെ ആ രംഗത്തേക്ക് പുതിയ തൊഴിലാളികളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഞങ്ങളെ സൊസൈറ്റി നേരിടുന്നത്. ഇപ്പോൾ ഈ ഓണക്കാലം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാലമാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ മാത്രം എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തുന്ന രീതിക്ക് നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തും നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ കസ്റ്റമേഴ്സ് സ്ഥിരം ഉപഭോക്താക്കളുണ്ട്. അവർ പക്ഷേ ഇവിടെ വന്നിട്ട് അവർ വർഷം തോറും ഓണത്തിനോ വിഷുവിനോ അവർ ഇവിടെ വന്നിട്ട് വാങ്ങിപ്പോവാറാണ് പതിവ്. സർക്കാർ അനുവദിച്ച 20% റിബേറ്റിലാണ് വിൽപ്പന. ഈ ഓണക്കാലത്ത് കേവലം 1000 സാരി മാത്രമാണ് ഇവർ വിപണിയിൽ ഇറക്കുന്നത്. മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന നിലയിലേക്ക് ഈ തൊഴിൽ മേഖല പുരോഗമിച്ചില്ലെങ്കിൽ യന്ത്രത്തറികളുടെ കാലത്ത് കാസർഗോഡ് സാരി കേട്ടറിവ് മാത്രമാകും. സർക്കാർ നേരിട്ട് ഇടപെട്ട് ഈ പരമ്പരാഗത തൊഴിൽ നിലനിർത്തേണ്ടതുണ്ട്. വൻ പ്രചരണവും മറ്റും നൽകി കേരളത്തിലെ മറ്റ് സംഘങ്ങളുടെ ബ്രാൻഡ് ഉൽപ്പന്നം പോലെ കാസർഗോഡ് സാരിയെയും ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കെ വാർത്ത.
95 വർഷങ്ങളുടെ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമയുടെ സംശുദ്ധി ഇനി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. നമ്മുടെ കാസർഗോഡ് ഇനി കസറും. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്.